കോറിലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂളാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കോറിലേഷനിൽ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ റിഗ്രഷനിൽ ഒരു നോൺ വാല്യൂ തന്ന് അതിൽ നിന്ന് അൺനോൺ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിഗ്രഷൻ അനാലിസിസ് ഇൻ ദ ജനറൽ സെൻസ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദി അതർ വേരിയബിൾ. ഓക്കെ, ഒരു അൺനോൺ വാല്യൂ, ഒരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? ഒരു വേറൊരു വേരിയബിളിന് നോൺ വാല്യൂ തന്നിട്ട് അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ദാറ്റ് റിലേറ്റഡ്. രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ അതിൻ്റെ റിലേഷൻ പഠിക്കുന്നതിനെയാണ്. കാരണം ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റേത് കൂടുന്നുണ്ടോയെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് റിഗ്രഷൻ എന്താണ്? ഒരു പ്രെഡിക്റ്റിംഗ് ആണ്. ഒരു നോൺ വാല്യൂ തന്ന് അൺനോൺ വാല്യൂവിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും. Okay, then prediction or estimation one of the major problems almost all functions of human activity. നമുക്കറിയാം, ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനാണ് ഏറ്റവും ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ബിസിനസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു വാല്യൂ തന്നതെന്ന് വേറൊരു വാല്യൂ കണ്ടുപിടിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. അതിൽ എറേഴ്സ് വരാതെ നമുക്ക് എന്ത് ചെയ്യാം? കോറിലേഷൻ റിഗ്രഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. ദ എസ്റ്റിമേഷൻ ഓൺ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ പോപ്പുലേഷൻ. ഇതെങ്ങനെയൊക്കെയാണ്? ഫ്യൂച്ചർ പോപ്പുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ പ്രൈസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, സെയിൽസ്, പ്രോഫിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു നോൺ വാല്യൂ എന്നൊരു അൺനോൺ വാല്യൂ. ഇപ്പോൾ ഫ്യൂച്ചർ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. കറണ്ട് പ്രോഫിറ്റ് അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രോഫിറ്റ് എത്ര കിട്ടുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെയിൽസ്, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ എന്ത് ചെയ്യാം? നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബിസിനസ്മാൻ. ഇതെന്നാണ് നല്ലൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൂളാണ് ബിസിനസ്മാൻ്റെ അടുത്ത്. കാരണം എന്താണ്? ഫ്യൂച്ചർ പ്രോഫിറ്റ് പ്രെഡിക്റ്റ് ചെയ്യാം, ഫ്യൂച്ചർ സെയിൽസ് പ്രെഡിക്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിഗ്രഷൻ അനാലിസിസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബിസിനസ്മാൻ ടു പ്രെഡിക്റ്റ് അൺനോൺ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്മാൻ്റെ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. Definition of regression: according to Blair, regression analysis is a mathematical measure of the average relationship between two or more variables in terms of the original units of data. Blair regression നൽകിയൊരു ഡെഫിനിഷനാണ്. ഇനി കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോറിലേഷനും റിഗ്രഷനും തമ്മിൽ സെയിം ടൂളല്ല, അല്ലെങ്കിൽ സെയിം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. കോറിലേഷൻ എന്നാണ് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻ മെഷർ ചെയ്യുന്നതാണ്. റിഗ്രഷൻ എന്ന് പറയുന്നത് പ്രെഡിക്ഷൻ ടൂളാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ മേജർ ഡിഫറൻസസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഫംഗ്ഷൻ. കോറിലേഷൻ ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ആൻഡ് റിഗ്രഷൻ ഇസ് സെക്കൻഡറി ഫംഗ്ഷൻ. ദെൻ ഒബ്ജക്റ്റ്, we study the degree of relationship between the variables x and y. x and y വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ കോറിലേഷൻ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇൻ റിഗ്രഷൻ ഇറ്റ് ഷോസ് ദ നേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. അവിടെ നേച്ചറും ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, സിഗ്നിഫിക്കൻസ്. ചോയ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് പ്യുവർലി എ പേഴ്സണൽ ചോയ്സ് ആൻഡ് ഇസ് നോ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. കോറിലേഷൻ എന്താണ്? ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം അതിൽ ഏത് ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ഏത് ഇൻഡിപെൻഡൻറ്റ് എടുക്കുന്ന പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ റിഗ്രഷനിൽ അങ്ങനെയല്ല. ഓൺ ദ അതർ വൺ ഹാസ് ടു ഡിസൈഡ് വിച്ച് വേരിയബിൾ ഷാൽ ബി ടേക്കൻ ഡിപ്പെൻഡൻറ്റ് which as independent, so that means which possess a practical significance. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? റിഗ്രഷനിൽ ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദെൻ പ്രഡിക്ഷൻ. correlation it is not based on for the purpose of prediction, as correlation is not for the purpose of prediction വേണ്ടിയിട്ടല്ല എന്ത് യൂസ് ചെയ്യുന്നത്? correlation യൂസ് ചെയ്യുന്നത്. ബട്ട് regression it is basically used for prediction purpose. റിഗ്രഷനിൽ prediction purposes വേണ്ടിയിട്ട് മാത്രമാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. Then next one, item selected. Then last one, sample numbers are less than 30. Always in the correlation we used to study less than 30 variables or less than 30 numbers, but in the case of regression the sample numbers are more than 30. sample എടുക്കുന്നത് റിഗ്രഷനിൽ more than 30 ആണ്. ഇത്രയൊക്കെയാണ് കോറിലേഷനും റിഗ്രഷനും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് പ്രൈമറി ഫംഗ്ഷനാണ്. ദെൻ ഇതിൽ റിലേഷൻഷിപ്പ് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല.
ദെൻ റിഗ്രഷൻ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പ്രഡിക്ഷൻ കോറിലേഷൻ പ്രഡിക്ഷൻ ടൂൾ അല്ല, റിഗ്രഷൻ പ്രഡിക്ഷൻ ടൂളാണ്. ഐറ്റം സെലക്ടഡ് ഇൻ കോറിലേഷൻ വി യൂഷ്വലി ടേക്ക് ലെസ് ദാൻ 30 ആൻഡ് ഇൻ റിഗ്രഷൻ ഇറ്റ് ഈസ് എബവ് 30. ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ദെൻ ഇനി റിഗ്രഷനിലൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് റിഗ്രഷൻ ലൈൻ ഓർ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. റിഗ്രഷൻ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണെന്ന് നോക്കാം ഇനി. വെൻ ദ given bivariate x, y data are plotted in a graph, we get a scatter, and if the points of the scatter concentrate along a straight line, that is line is called line of best fit or regression line എന്ന് പറയുന്നത്. എന്തെന്ന് പറഞ്ഞുതരാം. റിഗ്രഷൻ ലൈൻ ഈസ് എ ഗ്രാഫിക് ടെക്നിക്സ് ടു ഷോ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വേരിയബിളും വൈ വേരിയബിളും നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ലൈനിൽ അല്ലെങ്കിൽ ഒരു സെൻറ്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്രൈസ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. പ്രൈസ് 5, 10, 15, 20, 25, 30, 35. സപ്ലൈ 60, 72, 75, 65, 80, 85, 95. ഇത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സെൻട്രൽ ലൈനിൽ അല്ലെങ്കിൽ എല്ലാതും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ വാല്യൂസ് വരുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും നിയർ ടു ആ സെൻട്രൽ ലൈനിലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ലൈനിനെയാണ് റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. വെൻ ദ ഗിവൺ ബൈവേരിയറ്റ് എക്സും വൈ രണ്ട് ഡാറ്റാസ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഒരു സെൻട്രൽ ലൈനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ അതിനെയാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഏകദേശം ഒരു സെൻട്രലിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇനി റിഗ്രഷൻ്റെ യൂസസ് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് എസ്റ്റിമേറ്റ്സ് വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫ്രം ദ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ തന്നിട്ട്. ദെൻ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഇൻഫർമേഷൻ ടു മാനുഫാക്ചറേഴ്സ് ഓഫ് ഗുഡ്സ് അബൌട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഹൗ ക്യാൻ മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ മിനിമൈസിങ് ദ കോസ്റ്റ്. പിന്നെ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം, കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരുപാട് യൂസസിന് വേണ്ടിയിട്ട് നമുക്ക് റിഗ്രഷൻ യൂസ് ചെയ്യാം. ദെൻ ടൈപ്സ് ഓഫ് റിഗ്രഷൻ ആണ് ഈ നോക്കുന്നത്. സിമ്പിൾ റിഗ്രഷൻ ഫസ്റ്റ് വൺ. ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വേരിയബിൾസ് when there are two variable it's called simple regression. ഓക്കെ, വെറും 2 വേരിയബിൾസ് മാത്രമാണെങ്കിൽ അതിനെ സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നു. ലൈക്ക് കോറിലേഷനും സിമ്പിൾ കോറിലേഷൻ എങ്ങനെയായിരുന്നു? 2 വേരിയബിൾസ് മാത്രം, അതിന് 2 വേരിയബിൾസിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതിനെയാണ് സിമ്പിൾ കോറിലേഷൻ. അതേപോലെ തന്നെ 2 വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ. ദർ ആർ മോർ ദാൻ 2 വേരിയബിൾ ആൻഡ് we try to find out the effect of 2 or more independent variables on one dependent variables. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, മറ്റൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയും. ഓക്കെ, ലീനിയർ റിഗ്രഷൻ. ഓൺ ദ ബേസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ വേരിയബിൾ ലീനിയർ റിഗ്രഷൻ ഇസ് വൺ വിച്ച് ഗിവ്സ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ലീനിയർ റിഗ്രഷൻ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് എക്സിൽ വരുന്ന അതേ ചേഞ്ചസിന് വൈയിലും വരികയാണെങ്കിൽ അതിനാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്, ലൈക്ക് റിഗ്രഷൻ ലൈൻ. ഇനി നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കർവ്ഡ് വെൻ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് ഇഫ് ദ കർവ് റിഗ്രഷൻ ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് അല്ല, എക്സിൽ വരുന്ന പ്രൊപ്പോർഷണൽ ചേഞ്ച് അനുസരിച്ചിട്ടല്ല വൈയിൽ വരുന്നെങ്കിൽ അതിനെ നോൺ ലീനിയർ പറയാം. അതൊരു സ്ട്രെയിറ്റ് ലൈനിലും ആയിരിക്കില്ല വരുന്നത്, അതൊരു കർവ്ഡ് പല രീതിയിലായിരിക്കും വരുന്നത് അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് റിഗ്രഷൻ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഫോർമുല ആപ്ലിക്കേഷൻ മെത്തേഡ്. ഇതിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ദെൻ ഫിറ്റിംഗ് ഓഫ് റിഗ്രഷൻ ലൈൻ ത്രോ കോറിലേഷൻ മെത്തേഡ്, ഇതിലും പ്രോബ്ലംസ് ഉണ്ട്. ഇക്വേഷൻ സോൾവിങ് മെത്തേഡ്. ഇതാണ് 3 മെത്തേഡിൽ നമുക്ക് റിഗ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും.